ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, വിചാരിച്ച് അലാം വെച്ചിട്ടൊക്കെ നേരത്തെ എണീറ്റതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്നേ വരെ അങ്ങനെ വലിയ കാര്യമായിട്ട് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഇന്നും ഇപ്പോൾ ആഘോഷിക്കണമൊന്നുമില്ല, പക്ഷേ ഇതൊരു മെമ്മറി ആയിട്ട് എടുത്തു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ തുടങ്ങിയതല്ലേ, അപ്പോൾ ഇന്നത്തെ കുറച്ച് എൻ്റേതായ ഒരു ദിവസം എനിക്ക് പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാണ് ഒരു ബർത്ത്ഡേ, ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തൊക്കെ വെക്കാം. ഹാപ്പി അല്ലേ? എൻ്റെ ഫസ്റ്റ് വിഷസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ശ്രീകുട്ടൻ എന്നെ വിഷ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. ആൾ നേരത്തെ 3 മണിക്ക് പോകുന്ന കാരണം പിന്നെ 12 മണിയായപ്പോഴേ എനിക്ക് വിഷസൊക്കെ കിട്ടി. വിഷസൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഹാപ്പിയായി. എപ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ വിഷ് ചെയ്യണം തന്നെയല്ലേ വിചാരിക്കാം. അതുപോലെയൊക്കെ തന്നെ നടന്നു. പിന്നെ ആൾ പോകുന്ന നേരത്തൊന്നും ഞാൻ അത്രയും ഡീപ്പ് സ്ലീപ്പിലായിരിക്കും. അത് കാരണം എണീക്കാനൊന്നും പറ്റിയില്ല. ഐ ഹോപ്പ് ഞാൻ എൻ്റെ ഹോപ്പിൻ്റെ പുറത്താണ് നമ്മളപ്പോൾ ജീവിച്ചു പോകുന്നത്. ഐ ഹോപ്പ് ഈ ബർത്ത്ഡേയും അടിപൊളിയായിരിക്കും. അല്ലേ കൂപ്പ? അടിപൊളിയായിരിക്കും. ഇന്ന് വാ, അടിപൊളിയായിരിക്കും. ഇനി ഞാൻ എണീറ്റൊന്ന് ഫ്രഷ്നപ്പായി ഡ്യൂട്ടിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഓക്കെ. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ആവുള്ളൂ എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് മാറി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ മനസ്സിലാവുള്ളൂ. ഞാനും ഇപ്പം അങ്ങനെ ഒരു പ്രവാസിയായി മാറിയപ്പോൾ എനിക്കിത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഡെയിലി റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആസ് യൂഷ്വൽ എന്നത്തെയും എൻ്റെ ഒരു ദിവസം പോലെ തന്നെയുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. ഒന്നും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്പെഷ്യാലിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു ടൈം എത്തിയപ്പോൾ നമുക്ക് വന്ന മാറ്റങ്ങളായിരിക്കാം ഇതെല്ലാം. പ്രയോറിറ്റീസ് വേറെ ആയിപ്പോയി, അതാണ് പറയേണ്ടത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ വേഗം കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി ചൂടോടെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഫീസിലെത്തിയ വഴിക്ക് എനിക്ക് കഴിക്കാമല്ലോ. ഞാൻ മിക്കതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ രാവിലെ ഡ്യൂട്ടിയുള്ള ദിവസം കൊണ്ടുപോകാറാണ് പതിവ്. എനിക്ക് സ്വതവേ സമയം കിട്ടാറില്ല രാവിലെ, അത് വേണം പറയാനായിട്ട്. ഞാൻ മുന്നത്തെ ബർത്ത്ഡേസൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. കോളേജിൽ പഠിക്കുന്ന സമയത്തും നാട്ടിൽ ജോലിക്ക് പോയിരുന്ന സമയത്തൊക്കെയുള്ള ബർത്ത്ഡേസ് രാത്രി 12 മണിയാകുമ്പോഴേ ഞാൻ ഫോൺ നോക്കിയിരിക്കും. എനിക്ക് ഒരുപാട് വിഷസ് വരുമായിരുന്നു. ഞാൻ കുറച്ച് 2-3 കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കാരണം എനിക്ക് അവിടുത്തെ കൊളീഗ്സും പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോണ്ടല്ലോ. എനിക്ക് ഒരു ബർത്ത്ഡേ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിരുന്നത് ആ ഒരു വിഷസൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ പ്രയോറിറ്റി അതല്ല എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എന്തൊക്കെ മാറ്റങ്ങൾ കുറച്ച് കാലത്തിൻ്റെ ഉള്ളിൽ എന്നിൽ വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റത് വേറെ ഒന്നും കണ്ടല്ല. വേഗം എൻ്റെ പാക്കിങ്ങും റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വന്ന വിഷസൊക്കെ ഒന്ന് വായിച്ച് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നത്. ഡ്രൈവർ വരുന്നവരെ നമുക്കതൊക്കെ ഇരുന്ന് നോക്കാമല്ലോ. ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജസ് എല്ലാം ഞാനിരുന്ന് വായിച്ചു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ആരൊക്കെയാണോ പണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അവരെനിക്ക് ഇപ്പോഴും വിഷസ് അയക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അതെനിക്ക് എത്ര എക്സ്പ്രസ് ചെയ്താലും മതിയാവില്ല. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ തവണ എനിക്ക് കുറച്ച് വിഷസ് കൂടുതലാണ്. ഞാൻ ഈ ബഹ്റൈനിൽ വന്ന് പരിചയപ്പെട്ട എല്ലാവരും, എനിക്ക് കിട്ടിയ ഫ്രണ്ട്സും അവരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നും ജോലിക്ക് ഇന്നും പോണല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഞാൻ ഇന്ന് ജോലിക്ക് പോവാലോ, അത്രയും സന്തോഷത്തോടുകൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ജോലിക്ക് വരുന്നത്. അങ്ങനെ ഓഫീസിലെത്തി. ഇനി വേറെ ഒന്നുമില്ല, ബാക്ക് ടു വർക്ക്. ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേനുമാണ് കേട്ടോ ആ ഫസ്റ്റ് സർപ്രൈസ് ഉണ്ടായത്.
ഹാപ്പി ബർത്ത്ഡേ മാഡം. താങ്ക് യു. എത്ര ബ്യൂട്ടിഫുള്ളായ കേക്കാണെന്നറിയോ എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഒരു സെലിബ്രേഷൻ എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളായി പോവും. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ ഓഫീസിൽ ആരുടെ ബർത്ത്ഡേ വന്നാലും നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നത് പതിവാണ്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്നിട്ട് പറയാനുള്ള? എനിക്ക് ചെലവ് ചെയ്തില്ല, വേഗം ചെലവ് ചെയ്യണം. ഒന്നും പറയില്ല. ഹാപ്പി ബർത്ത്ഡേ, സ്റ്റേ ബ്ലെസ്ഡ്. പിന്നെ എന്താ ഗിവ് us a treat. ഞങ്ങൾക്ക് പാർട്ടി താ. അതാണോ? ഇതാണ് ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും നന്നായി മലയാളം പറയുന്ന ചൈത്ര. Happy birthday. ഇതെനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. എൻ്റെ സെക്കൻഡ് സർപ്രൈസ്. ഞാൻ ശരിക്കും ഒന്ന് വണ്ടറായി പോയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ റൂം തന്നെയാണോ, ഇതെൻ്റെ ഹസ്ബൻഡ് ചെയ്തത് തന്നെയാണോ? എന്തായാലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ഡെക്കറേഷൻസൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മീനിനെയും ചേട്ടനും വന്നു. എപ്പോഴും നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരെ വിളിക്കാറുണ്ട്, അവർ നമ്മളെയും വിളിക്കാറുണ്ട്. അത്ര തന്നെ. നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടിയായിട്ട് കേക്ക് കട്ടയിലും ഫുഡ് കഴിക്കലും മാത്രമായിട്ട് ഒതുക്കാറാണ് പതിവ്. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഹസ്ബൻഡ് നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. പിന്നെ അവർ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്ക് ഈ ഡെക്കറേഷൻ ഞാൻ ആലോചിക്കുമായിരുന്നു, ഹസ്ബൻഡ് കുറച്ച് അധികം എഫേർട്ട് ഇട്ടിട്ടുള്ള കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഒട്ടും. ഇത് മീനും ചേട്ടനും തന്ന ഗിഫ്റ്റാണ്. ഒരു വൈറ്റ് ഫ്രോക്ക്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്രോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഡിന്നർ പുറത്ത് പോയി കഴിക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇതിട്ടിട്ട് പുറത്ത് പോകാമെന്ന് കേട്ടോ. ഞങ്ങൾ ലേ ചോക്ലേറ്റിലേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും എസ്തറ്റിക്കാണ്. ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. എൻ്റെ ബർത്ത്ഡേ ഉള്ളതുപോലെ തന്നെ ഞാനവിടെ ചെന്നപ്പോൾ 2-3 പേരുടെ ബർത്ത്ഡേയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരതവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ എത്രയോ പേരുടെ ബർത്ത്ഡേസ് ഉണ്ടെന്നുള്ളത്. ഞങ്ങൾ പിന്നെ അവരുടെ സ്പെഷ്യൽ പിസ്താഷ്യൂ ചോക്ലേറ്റ് സ്ലൈസ് കേക്കും അവരുടെ സ്പെഷ്യൽ പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പറയാൻ വാക്കുകളില്ല, അടിപൊളി ടേസ്റ്റാണ് അവരുടെ. നമ്മൾ പിസ്സ കടിക്കുമ്പോഴത്തേനും അത് മെൽട്ടായി പോവും. വെരി ടേസ്റ്റിയാണ്, വെരി യമ്മിയാണ്. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മോളിലെല്ലാവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഒരു ഷൂ നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അഡിഡാസിലേക്ക്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോ പിന്നെ നമ്മൾ വേഗം തിരിച്ചു പോന്നു അവിടെ നിന്ന്. ചേച്ചി നാളെ ഹോളിഡേ അല്ലേ, നമുക്കിന്ന് രാത്രി ഒരുമിച്ചിരുന്ന് ഫിലിമൊക്കെ കാണാമെന്ന് മീനു പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിൻ്റെ ബാക്കിലൊരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. ആ സർപ്രൈസിൽ എൻ്റെ ഹസ്ബൻഡും പാർട്ടിസിപ്പൻ്റ് ആണ് എന്നുള്ളതും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അവർ എപ്പോഴും വേറുള്ള പോലെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫിലിമൊക്കെ കണ്ട് നല്ലോന്ന് വിചാരിച്ചു. നാളെ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. പക്ഷെ സംഭവിച്ചത് എന്താന്ന് നോക്ക്. ഞാൻ ആ സീരിയസ്ലി ചോദിച്ചത് കേട്ടില്ലേ, ആ ഒരു സീരിയസ്ലി ഞാൻ 2-3 വട്ടം എന്നോട് തന്നെ ചോദിച്ചു. എനിക്ക് ഇത്രയും ഒരു സർപ്രൈസ് വേറെ ഒന്നായിട്ടുണ്ടാവില്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു സർപ്രൈസ് ഇവിടെ അറേഞ്ച് ചെയ്ത് കിട്ടുമെന്ന് കേട്ടോ. പ്രത്യേകിച്ച് ഏടത്തി കയ്യിൽ കിട്ടിയ വഴിക്ക് ഞാനത് അപ്പം തന്നെ ഇട്ട് നോക്കി. അപ്പം തന്നെ ഏട്ടത്തിക്ക് താങ്ക്സ് ഒക്കെ അയച്ചു. പക്ഷേ നാട്ടിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ടൈം. അങ്ങനെ ഞങ്ങളിരുന്നൊരു ഫിലിമൊക്കെ കണ്ടു തീർത്തു.
അങ്ങനെ ഇത്രയും സർപ്രൈസുകളോടെയും ഇത്രയും സന്തോഷത്തോടെയും എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവരി വൺ ആൻഡ് എവരി വിഷസ് ആൻഡ് എവരി പ്രയേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ സർപ്രൈസസ്. താങ്ക് യു.